അവര് വനവാസ കാലത്ത് ഇവിടെ താമസിക്കുന്ന പറയുന്നത്. പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി പഞ്ചവാടുണ്ട്. അടിപൊളി സ്ഥലം. എറണാകുളം ഇങ്ങനെ നേരെ മൂടിക്കിടക്കുക. എറണാകുളം ആലപ്പുഴ കാണാൻ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ഇർഷാദ്. എൻ്റെ പേര് ഇർഷാദ്. ഈ ചാനലിൽ മെയിനായിട്ട് ട്രാവലിംഗ് വ്ളോഗ്സ് ആണ് മെയിനായിട്ട് ഞാൻ ഇടയിൽ. ഇന്നിപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ ഒരു ട്രാവലിംഗ് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ്. വാഗമണിലേക്കാണ് ഇപ്രാവശ്യം റൈഡ്, അതും ട്രാവൽ ഗ്രാമിൻ്റെ കൂടെയാണ്. എൻ്റെ കൂടെ ഇതാ നമ്മുടെ ശരസ് എത്തിയിട്ടുണ്ട്. സൽമാ വരുന്നുണ്ട്, അവനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴും പോസ്റ്റ് ചെയ്യുന്നവനാണ്, പോസ്റ്റാണ് കാര്യമൊക്കെ. പിന്നെ നമ്മൾ പോകുന്നത് എന്ന് പറഞ്ഞാൽ 4:30 കാലിക്കറ്റ് നടക്കാൻ എത്തണം എന്നാണ്. അവിടെ നിന്നാണ് റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ ഫോട്ടോ എടുക്കാനുള്ള കുറച്ച് ടൈം ഉണ്ട്. എന്തായാലും വർഷം വരാനുള്ള ടൈം ഉണ്ടല്ലോ. ഈ ഫോട്ടോസ് എടുക്കാൻ വീടുണ്ട്. ലഗേജ് ഫുള്ള് സെറ്റ് ആയിട്ടുണ്ട്. അശാന്ത് എത്തും എന്നാ പറഞ്ഞത്. വിളിച്ചിന്ന് എത്തും. അപ്പോൾ എന്തായാലും പോകുന്ന വഴി എല്ലാം കാണിച്ചു കഴിഞ്ഞ് പോവാം. അപ്ഡേഷനും തന്നിട്ട് പോവാം. അപ്പം ശരി. അവിടെ ടീംസ് ഇതാ എല്ലാം വന്ന് ലെവലായിരിക്കണേ. എല്ലാം എത്തിയിട്ടില്ല, എന്നാലും അഡ്മിൻസ് 2 എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള നമ്മളെ ടീംസ് കുറച്ച് ആൾക്കാരും എത്തിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരും കൂടി എത്താനുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് 7 മണിക്ക് വലിയക്കര ടോൾ പ്ലാസ് ആണ് പ്ലാന്. ഇവിടുന്ന് ഫ്ലാഗ് ഓഫ് 5 മണിയാണ് പറഞ്ഞത്. മീറ്റിംഗ് പോയിന്റ് നമുക്കിപ്പോൾ വരുന്നത് തൊണ്ടയാട് ആണ്. പിന്നെ കുറേ ടീം വരുന്നുണ്ട്. എല്ലാവരും പെട്രോളൊക്കെ അടിച്ച് ഫില്ലായി കിടക്കും. ഇനിയിപ്പം ആരൊക്കെ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അഡ്മിൻ എന്ത് പറയണു? എന്തെങ്കിലും സുഖം ഓർക്കസീനുണ്ട്. ഇനി ഉണ്ടായിരുന്നോ ഇവിടെ? ഇത് വരെ ബ്ലോഗിങ് നിങ്ങളെ ലെജൻഡില്ല, നിങ്ങളെ ലെജൻഡിന് കോപ്പ അമേരിക്ക ഉണ്ടോ? ബ്രസീലുണ്ടോ? സെൽഫ് നിറഞ്ഞിറക്കുക. ഈ പള്ളി വർത്താനം പറയും. ഗ്രൗണ്ടിൽ കിടന്ന് ഉരുണ്ടാലൊന്നും കപ്പിട്ടൂല. കളിക്കണോ? ഗ്രൗണ്ടിൽ കളിക്കണോ? ഇന്നിപ്പോ ഒന്ന് അടിച്ചുടനെയോ? അടുത്തത് ശരത്. ഹാപ്പി മോർണിംഗ്. നമ്മൾ തൊണ്ടയാട് മൈജീന്റെ മുന്നിലാണ് നിൽക്കുന്നത്. എന്നതാ ടീംസൊക്കെ സെറ്റാണ്. എന്തായാലും എല്ലാവരും ഇപ്പത്തേക്കും നമുക്ക് പോകുന്ന വഴി ഇങ്ങനെ സെറ്റാക്കി കണ്ടിട്ടൊക്കെ ഇങ്ങനെ പോവാം. വൺ സൈഡ് 100-300 കിലോമീറ്റർ ഉണ്ട്. വാഗമൺ എത്തണം. ഉച്ചയാകുമ്പോഴൊക്കെ വാഗമൺ എത്തുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഫുൾ വീഡിയോസ് ഇതിൽ വരുന്നതാണ്. പിന്നെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ലൈക്കും കമൻറ്റും മസ്റ്റാണ്. സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ബാക്കിയുള്ള രണ്ടും നിങ്ങൾ മസ്റ്റ് ചെയ്യണം. മാക്സിമം ഇതാ എല്ലാവരും വന്നിട്ടുണ്ട്. ലൈനപ്പ് ആക്കിയിട്ടാണ്. പിന്നെന്ന് പറഞ്ഞാൽ മഴ പെയ്തിട്ടില്ല. മഴ പെയ്തിക്കണ്, പക്ഷെ എന്നാലും നൈറ്റ് മഴ പെയ്തിക്കണ്. ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം മഴ ചെയ്തിട്ടില്ല. ഇതേ മൂഡിൽ ഇങ്ങനെ പോകാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത്. ബാക്കിയുള്ളതൊക്കെ എന്തായാലും പോയിട്ട് ഓരോ സ്ഥലത്ത് നിന്ന് കാണിച്ചു തരാം. ഞങ്ങൾ ലൈനപ്പ് ആക്കാൻ പോവാണ്. ആയിട്ട് തന്നെ മാക്സിമം പോവാ. ഓവർടേക്ക് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ ലീഡ് ഉണ്ടാവും. ബേക്കിൽ ആദർശ് ഉണ്ടാവും. അവിടുന്ന് 2 പേരുണ്ട്. അവരെ കൂട്ടിയിട്ട് നമുക്ക് പോവാം. ഒരു 70-80 ആ ഒരു സ്പീഡിൽ മെയിൻറ്റെയിൻ ചെയ്യാം. ആദ്യമായിട്ട് റൈഡ് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഗ്രൂപ്പ് റൈഡ് ആദ്യമായിട്ടാണ്.
അപ്പോൾ ഒന്ന് ഗ്രൂപ്പ് റൈഡ് ആകുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ലൈൻ തെറ്റി പോകാണ്ടിരിക്കുക, ബേക്കിൽ ബൈക്ക് ഉണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യാം, എന്നിട്ട് മാത്രം മുന്നോട്ട് പോകാം. ബേക്കിൽ ബൈക്ക് ഇല്ലെങ്കിൽ ഒന്ന് സ്ലോ ആക്കുക, അപ്പം ഓട്ടോമാറ്റിക്കലി ഫ്രണ്ട് ഉള്ളവന് സ്ലോ ആവും. പാലിയേക്കര ടോൾ പാസിന്റെ അവിടത്തേക്കിന് ഫുഡ് കഴിക്കാൻ നിർത്തിയാണ്. എല്ലാവരും കുറച്ച് ആൾക്കാർ ഇതാ ഈ ഹോട്ടലിലേക്ക് കയറി പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊക്കെ നോൺ വെജിന്റെ ആൾക്കാരാണ്. ജസ്ക എന്താണ് പറയാനുള്ളത് റൈഡിനെ കുറിച്ച്? എന്തെങ്കിലും റൈഡിനെ കുറിച്ചല്ല, ലീഡിനെ കുറിച്ചാ. നമ്മൾ കഴിക്കാണ് ഇവിടുന്ന് ഒരു 180 ഉള്ളില് 180 മണി വരെ ടൈം. ഫുഡ് കഴിക്കാനുള്ള ടൈം 8 മണി വരെ. 3 മണിക്കൂറുണ്ട്. ചായയൊക്കെ കുടിച്ച് ഇറങ്ങ. ഇവിടെ വരുന്ന സംഭവം സഹിച്ചാണ് നമ്മളെ ടീം. ഇവിടെ കയറി ഇവിടെ ഒരു ട്രെയിനിങ്ങിൽ ഞാൻ നിർത്തും, അടുത്ത ട്രെയിനിങ് ഉണ്ടാവുന്നു. പിന്നുള്ള എക്സ്പോർട്സ് അല്ലേ മൗറൂഫ വെഹിക്കിളല്ലേ. വിചാരിച്ചങ്ങാട്ടി അതിലെ കഴിച്ചോ. ഒരു മുട്ട അതിലും കഴിയില്ല. ഞാൻ നോക്കുമ്പോ ഈവനിങ് ലഞ്ച് ഈവനിങ് ഈവനിങ് അങ്ങനെന്തോ ആണല്ലോ തെറ്റ് പറ്റിയാണെങ്കിൽ ഓന സമയത്തെ അവിടെ എത്തിയില്ല. അന്ന് ശരിയാവും. കഴിച്ച് അടിപൊളി ഫുഡല്ലായിരുന്നോ? അടിപൊളി ഫുഡാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ആദിൽക്കായാണ് ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ സ്പോൺസർ ചെയ്തത്. ആദിൽക്കാക്ക് വേണ്ടിയിട്ട് എല്ലാ കാലവും ഇതുപോണ എല്ലാവർക്കും വാങ്ങി കൊടുക്കാനുള്ള കഴിവും ആരോഗ്യ ആഫ്യത്തും കൊണ്ടു കൊടുക്കല്. ആമീൻ. കാറ്റാണ് ഇടിച്ചാൽ എനിക്ക് പോലും കിട്ടൂല. ഞങ്ങൾ എല്ലാരും ഫുഡ് കഴിച്ച് ഇവിടെ ഫുഡ് കഴിച്ച് റെഡി ആയി നിൽക്കുന്നുണ്ട്. നമ്മളിനി അടുത്ത സ്റ്റോപ്പ് ഏതാ? പെരുമ്പാവൂർ. ഏകദേശം ഒരു 19 കിലോമീറ്റർ അല്ലേ? അത്രല്ല, 60 കിലോമീറ്റർ. അപ്പം ഇതാ എല്ലാം കട്ട വെയിറ്റിങ്ങിലാണ്. ഞങ്ങളെ കാത്തിക്കാണെന്ന് തോന്നുന്നു. എല്ലാരും ഉണ്ട്. അതപ്പോ എടാ ഞമ്മക്ക് എനർജി വേണം. എല്ലാരും കടിച്ചു പറിച്ചിരിക്കാൻ പോലെങ്കിലേ കടിച്ചു പറിക്കാവുന്നില്ല. പൊറാട്ട വേണം. നാളെ പൊറാട്ട അല്ല, മസാല ദോശ ചായം. പൊറാട്ട എന്താ വെച്ചല്ലേന്ന് വെക്കല്? അവിടെ എന്താ കിട്ടിയെന്നറിയോ? വെള്ളം അപ്പം അവിടെ ഇല്ല. അപ്പം മുട്ടക്കറി. ഓക്കെ. ഹലോ ഗൈസ്, നമ്മള് മൂവാറ്റുപുഴ എത്തിക്കിന്. ഓൾമോസ്റ്റ് ഇവിടുന്ന് കുറച്ച് ഒരു
5 ബൈക്കും ഒരു 8 ആളും ജോയിൻ ചെയ്യാണ്ടായിരുന്നു. അവരെ ജോയിൻ ചെയ്ത് നമ്മൾ ഓൾറെഡി ഇപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 65 കിലോമീറ്റർ ഇപ്പം ട്രാവൽ ചെയ്ത് വന്നു. അവർ ട്രാഫിക്കും ബ്ലോക്കും ഭയങ്കര മോശമാണ് റോഡ്. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം കൂടി ഇതാക്കി ഞങ്ങൾ ഇത് അവിടെ എത്തി 3000 രൂപ എത്തിക്കിന്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചവിട്ടിയതാണ് വണ്ടി. എല്ലാവരും ഉണ്ട്. ഫുഡ് കഴിച്ചിട്ട് കുറഞ്ഞ ആളെ വാഗമണിലേക്ക് പെട്രോൾ അടിച്ചു പോകാനുള്ള പരിപാടിയാണ്. റെസ്റ്റ് എടുക്കാണ് കുറച്ച് ടൈം. ഫുള്ള് സെറ്റാണ്, പ്രശ്നമൊന്നുമില്ല. സർവത് എനിക്കും സർവത്താ പറഞ്ഞത് കിട്ടുന്ന അടുത്താ കിട്ടൂല. അന്വേഷിച്ചേ ഇതിപ്പോ ഇപ്പൊ പറഞ്ഞ ഞാൻ ഷെയർ ചെയ്യാൻ അതെ ഞങ്ങൾ ടീം ഞാൻ അന്വേഷിച്ചിട്ട് ഞാൻ കൊറേ ആ ബോട്ടില് വെള്ളം തരുമോ? ഈ നാരകത്തോടല്ലേ എന്നെ ചെയ്താ വണ്ടി ഏതാ വണ്ടി അത് എന്നൊക്കെ പറഞ്ഞ ഇത് ഫുള്ള് കുപ്പിയല്ലേ. ഇതോ 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 ഇത് തേങ്ങയാണോ അല്ലേ? ആണോ? ഇവിടുത്തെ കോഴിമുട്ട വെച്ചല്ലോ. കൊള്ളാണോ വണ്ടി അതോ കേക്കാണോ? അരമണിക്കൂറിനുള്ളിലാണെങ്കിൽ വെച്ചാ പറഞ്ഞു. അങ്ങനെ നമ്മള് ഇലവിയ മുഞ്ചിറ എത്തിയിട്ടുണ്ട്. സംഭവം എല്ലാവരും ഫുഡ് കഴിച്ച്, ഫുഡല്ല ചെറുതായിട്ട് ചായയും കടിയൊക്കെ കഴിച്ചിട്ടുള്ളൂ. എല്ലാവരും കഴിച്ച് ഞങ്ങളത് അവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു വണ്ടി വിളിക്കണോ അതോ നടന്ന് കയറണോ? നല്ല വെയിലാണ്, നമ്മൾ വിചാരിച്ച സാധനമൊന്നുമല്ല. നല്ല വ്യൂ ഉണ്ട്, ബട്ട് നല്ല വെയിലാണ്. വെഹിക്കിളുണ്ട് 2 നോക്കിക്കുന്നത്. നല്ല വെയിലാണ്. പിന്നെ ഈ ഒരു വിശപ്പിനെ ശമിപ്പിക്കുന്ന രീതിയിലുള്ള ഫുഡും കഴിച്ച് ഞങ്ങൾ മെല്ലനെ ഇനി അതിൻ്റെ മുകളിലേക്ക് കയറുകയാണ്. അപ്പം നമ്മൾ കയറട്ടെ. ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല ക്ലൈമറ്റ്. ഉദ്ദേശിച്ചത് കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ, അതല്ലേ ലൈഫ്. അത്ര ലൈഫ് എൻജോയ് ചെയ്യണോ? അത് ലൈഫാണ്. എത്രയാണ് എമൗണ്ട്? 1000. ഒരു ജീപ്പ് പോകും. 7 ആളെ പറ്റും. ജീപ്പ് 10-15 ആളൊക്കെ പോകും. നമ്മളല്ലേ അപ്പൊ നമ്മള് ജീപ്പ് വിളിക്കല്ലേ? അതെ, വിളിക്കാം. 7 ആള് പോലെ ക്ലോസ് ചെയ്തിട്ടില്ലല്ലോ. ഓഫ് റോഡ് അടച്ചിട്ടേക്കുവാ. അവിടെ അല്ല ഈ ഭൂമി കൈയായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെയാണ് അറിയില്ല. പോയി നോക്കും. അങ്ങോട്ട് പോയാൽ ഇവിടെ ഇറങ്ങുക. ഇതാണ് ഇലവിഴ പൂച്ചിറ. ഇത് കണ്ടിട്ട് താഴെ കേവിലേക്ക് പോട്ടോ. അവര് വനവാസകാലത്ത് ഇവിടെ താമസിക്കുന്ന പറയുന്നത്. പാഞ്ചാലിക്ക് കുളിക്കാൻ വേണ്ടി പഞ്ചവാടം ഉണ്ടാക്കി. ഇതല്ല, ഇതാ ആദ്യം ഈ നടുഭാഗത്ത് ഉണ്ടായിരുന്നത്. ഈ മലയിലെ മണ്ണെല്ലാം ഒഴുകുന്നത് മൂടിപ്പോയി.
ഒരു 6 വർഷം മുമ്പ് സർക്കാർ വരുന്നത് 14 താഴ്ചയുണ്ട്. ഇത് കുടിവെള്ളമായിട്ട് മേലുകാവ് പോകുന്നത്. മേലുകാവില്ലേ അത് പറയുമ്പോൾ സിനിമയിലെ ബാർബർ ബാലൻ മേലുകാവ്, ആ മല ഇത് താഴെയാ. അവിടെ വെള്ളമില്ല, ഇവിടുന്ന് വേണം കുടിവെള്ളം താഴേക്ക് കൊണ്ടുപോകും. പൈപ്പിട്ട് 40 താഴ്ചയുണ്ട്. മല ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് കാറ്റിൽ നിന്ന് പോയിട്ട് ഇല കൊഴിഞ്ഞാൽ വെള്ളത്തിലേക്ക് വീഴും. അതാണ് അന്ന് അവർ ആ തടാകം ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ സൈഡിൽ വലിയൊരു പൂമരമുണ്ട്. ആ മരത്തിലെ പൂവെല്ലാം വെള്ളത്തിൽ വീഴുമായിരുന്നു, ഇലയെല്ലാം പുറത്തു പോകും. അങ്ങനെ അവരാണ് ഈ സ്ഥലത്തിന് വീട്ടെന്ന് പറഞ്ഞ ഇല വീഴ പൂഞ്ചിറ. മനസ്സിലായോ? എറണാകുളം ഇങ്ങനെ വരും, നേരെ മൂടിക്കിടക്കുക. എറണാകുളം ആലപ്പുഴ കാണാന്നാണ് കടലും കായലും. പക്ഷെ ഈ കാലാവസ്ഥ ഇതായിട്ട് ഏതൻ ഇംഗ്ലീഷ് ചക്ക അത്ര ഷ്യൂ നോന്ന് വെച്ച് എന്നോട് എറണാകുളം കാണുന്നുണ്ടെങ്കിൽ എറണാകുളം എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ട് കാണുന്നുണ്ടല്ലേ. ഫ്ലൈറ്റ് ഏതാ പൊന്താണ്. ബീച്ചും വെള്ളം കാണാം. പറഞ്ഞില്ല വേണ്ട. സ്ഥലോ ഇതോ ഇവിടെ ഒരു കേവ് ഉണ്ട്, കേവിലേക്ക് പോവാണ്. എടാ കാണാൻ വന്ന കേവ്സ്. ഞാനോ ദുഃഖാചരണം. ആ ഞാനുണ്ട്. എന്റെ ഫ്ലാഷ് ഉണ്ടോ? ഗായ്സ് അടിപൊളി സ്ഥലം. ഗായ്സ് കാലിലെ മുട്ടിറച്ചു ചെളിയായി. എന്റെ വെള്ളച്ചാട്ടം സംഭവമില്ലാന്ന് തോന്നുന്നു. ഇപ്പം വെള്ളം ചാടുന്നുണ്ട്. കണ്ട് റിട്ടേൺ ഇറങ്ങാണ്. ഇതാണ്ടോ കാലിലെ മുട്ടിക്ക് വെള്ളം. അങ്ങനെ ഞങ്ങള് തിരിച്ചിറങ്ങാണ്. ഇവിടെ ഇറങ്ങുന്നിടത്താണ് കുറച്ചൊരു ബുദ്ധിമുട്ട്, കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണ്. അത്യാവശ്യം വെള്ളച്ചാട്ടുണ്ട്. മടിയന്മാരൊക്കെ പാമ്പൊന്നല്ല, ഇതിലേക്കുള്ള പാമ്പൊന്നും ഇവിടെ അല്ല. അങ്ങനെ നമ്മളിതാ ഗുഹ കയറി തിരിച്ചിറങ്ങി. ഗൈസ് അങ്ങനെ നമ്മള് ഗേവ്സ് കയറി റിട്ടേൺ കയറാണ്. അതിൻ്റെ ഉള്ളിൽ ഷൂ ഇടാൻ പറ്റില്ല, ഫുള്ള് വെള്ളമാണ്. ഇതാണ്ടോ അല്ല മുട്ടിക്ക് വെള്ളം. എന്നപ്പോൾ നമുക്ക് ഷൂ ഇടാൻ പറ്റൂല, അതുകൊണ്ട് ഷൂ ഇടാണ്ട് കയറിയതാ നമ്മള്. ഇനി വണ്ടി പോയിട്ട് കാലൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഷൂ ഇടാം. കാല നല്ല വേദന ഉണ്ട്, പാറിൻ്റെ മുള്ള ചോട്ട. അടിപൊളിയാണ് പരിപാടി, അടിപൊളി, ഒരു രക്ഷയില്ല. എല്ലാവരും ഒന്നും കയറിയില്ല, കുറഞ്ഞ ആൾക്കാർ കയറി, ബാക്കിയുള്ളത് കയറാൻ ചെറിയൊരു പേടി. അങ്ങനെ നമ്മളുണ്ട് വണ്ടി കയറി എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നമ്മൾ വണ്ടി പോയിട്ട് ഷൂടുന്ന കഴിഞ്ഞു.
നമ്മൾ റിട്ടേൺ പോരുകയാണ് അടുത്ത സ്പോട്ടിലേക്ക്. കാണുന്ന മൂന്നാമത്തെ അല്ലല്ല മറ്റേ ഫയർനെസ് പോലീസ് സ്റ്റേഷൻ മറ്റേ പറഞ്ഞത് ഞാൻ വന്നതോ കൊറേ തന്നെ സെക്കൻഡ് ടൈം ആണ്. കേരള പോലീസിന്റെ ഓൾഡ് ടെലികമ്മ്യൂണിക്കേഷൻ അല്ലേ നമ്മളെ വയർലെസ് സെറ്റ്. ഇത് ഇത്രയും ഹൈറ്റ് കയറിയ സ്ഥലം മൂപ്പര് പറഞ്ഞിട്ടില്ലേ, എറണാകുളം മുതൽ തിരുവനന്തപുരം വരെ മറ്റേ മലപ്പുറം വരെ ഒക്കെ കാണാൻ നല്ല ക്ലൈമറ്റ് ആണെങ്കിലും. അപ്പൊ ഇത്രയും ഹൈറ്റ് ഉള്ള ഏരിയയിലായതിനെ കൊണ്ട് ഇതിനെക്കാട്ടും ബെസ്റ്റ് പ്ലേസ് ഇല്ല. അന്നുണ്ടായിരുന്ന എൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ്റെ ലൈനാണ് പോകുന്നത്. ഈ ലൈന് താഴോട്ട് പോണേ. ഓക്കെ, ഇതിപ്പോൾ ടൂറിസ്റ്റൊക്കെ വേണ്ടിയിട്ട് ഓപ്പൺ ആക്കി കൊടുത്താൽ നമ്മൾ വന്ന ഒരു ഇടിമിന്നലും ഉണ്ടാവില്ല. അതാണ് ഹൈലൈറ്റ്. ചാറ്റൽ മഴ കിട്ടിയാൽ ഇവിടെ ഒരു ചെറിങ്ങനെ ഒടിഞ്ഞാൽ മതി, മൊത്തത്തിൽ ഒരു ടീം ഇതാ കയറണം. നമ്മുടെ ടീം എവിടെ പോയി? ഇതാണ് പോലീസ് വയർലെസ് റിപ്പീറ്റർ സ്റ്റേഷൻ. ഇല കഴിഞ്ഞ് പോയിട്ടോ ഇൻഡീറസ് ഇവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്ത മതി. അപ്പോൾ ഇതാണ് പഴയ ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ പോകുന്നത് സൗബിങ് ഈ മൂവിയിൽ ഒരു പോലീസാണ് കൊന്നിട്ട് സ്ഥലം കാണാൻ പോവാം. ഇതാ ഈ പുല്ലിൻ്റെ ഇതിൻ്റെ മറുവിലാണ് കൊന്നിട്ട് ആ പടത്തിൽ. ഈ സൈഡ് വ്യൂവേഴ്സ് പോലീസ് വയർലെസ് സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഇവിടെ താഴോട്ടുള്ള വ്യൂ നോക്കി, വണ്ടർഫുൾ അല്ലേ, അടിപൊളി വ്യൂ. സത്യം പറഞ്ഞാൽ ക്ലൈമറ്റ് ഇല്ലാത്തതിൻ്റെ ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ശരി, ഇത് കണ്ടാലും മതി. ഫസ്റ്റ് പാർട്ട് ഇവിടെ വെച്ച് നിർത്താൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ വീഡിയോ ഓവർ ലെങ്ത് ആവാൻ പാടില്ല. മാക്സിമം ഞാൻ വീഡിയോ ലെങ്ത് ആവാണ്ട് നോക്കണേ. ഇങ്ങനെ പാർട്ടായിട്ട് ഇട്ടാലും ഓവർ ലെങ്ത് അല്ലാണ്ട് ഇടാൻ നോക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇതാ ഇലവിയ പൂഞ്ചിരയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അറസ്റ്റ് വരുന്നുണ്ട്, പ്രണവും ടീംസും വരുന്നുണ്ട്, കുറച്ച് ചെക്കന്മാർ ഇറങ്ങുകയും ചെയ്തിരിക്കുകയാണ്. ജീപ്പിൻ്റെ അടുത്തേക്കാണ്. അന്നപ്പം ഇവിടെ വെച്ച് ഫസ്റ്റ് പാർട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത പാർട്ട് ഇന്ന് വേറൊരു സ്പോട്ട് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ പുറമെ നമ്മൾ സ്റ്റേയിലൊക്കെ പോകുന്നുണ്ട്. സ്റ്റേയിൽ കുറച്ച് പരിപാടിയുണ്ട്. കഴിഞ്ഞ് നാളെ ഉച്ചയാകുമ്പോൾ 2-3 സ്ഥലം കൂടി കവർ ചെയ്ത് നമ്മൾ റിട്ടേൺ പോവുകയാണ് ചെയ്യാം. അന്നപ്പോൾ ബാക്കിയുള്ള വീഡിയോ അടുത്ത പാർട്ടിലുണ്ടാവും. ഇതുവരെ ബൈ. പിന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ എല്ലാവരും സെക്കൻഡ് പാർട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അടിച്ചിട്ടാൽ നിങ്ങൾ അതും കൂടി ഒന്ന് ചെയ്യണം.